നമസ്കാരം. കേരളത്തിന്റെ തലസ്ഥാനത്ത് കണ്ണീർ പെയ്ത്താണ്. ദുരിതമൊഴിയാത്ത പാവപ്പെട്ട കുറെ അമ്മമാർ സ്വന്തം അസ്തിത്വത്തിനും നിലനിൽപ്പിനുമായി പോരാടാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 260-ലേറെ ദിനങ്ങൾ. കണ്ണീർ ദിനങ്ങൾ എണ്ണിയിരിക്കുന്ന അമ്മമാർ, ആശാ പ്രവർത്തകർ, കോവിഡ് കാലത്തെ ആരോഗ്യ പോരാളികൾ, അതിജീവനത്തിനായി സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പൊള്ളുന്ന വെയിലിലും കോരിച്ചൊരിയുന്ന മഴയത്തും സമരത്തിലാണ്. 257-ാം നാൾ ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ സമരം മനസാക്ഷിയുള്ളവരുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ വോട്ടർമാർ മാറി രാജാക്കന്മാർ ഇരിപ്പിടമിട്ടിരിക്കുന്നത് ജനങ്ങളുടെ നെഞ്ചിലാണ്. ആ പാവപ്പെട്ട അമ്മമാരുടെ, സ്ത്രീജനങ്ങളുടെ കണ്ണുനീർ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഓരോ തുള്ളി കണ്ണുനീരും വീണ് പൊള്ളുന്നത് കേരളത്തിന്റെ നെഞ്ചിലാണ്. സമരം ചെയ്ത് വിപ്ലവ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച് ഭരിക്കുന്നവരെ, ഇനിയും നിങ്ങൾ ഈ ആശാപ്രവർത്തകരുടെ ആശയ്ക്ക് എതിരാണെങ്കിൽ നാളെ വരും തലമുറയോട് ഉത്തരം നൽകിയേ പറ്റൂ. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് ഓർക്കുന്നത് നന്ന്. ആശാപ്രവർത്തകർക്ക് നീതി നിഷേധിക്കുന്നുവോ? സമരം ചെയ്യുന്നവർ പുച്ഛമോ? അടിച്ചമർത്തപ്പെടുകയാണോ അടിസ്ഥാന വർഗം? ആശാ സമരത്തിന് ജനപിന്തുണ ഏറുന്നുണ്ടോ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈവനിംഗ് ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്തതിനായി കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഗിരിജ, തൃശൂർ കേരളവർമ്മ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും ശാസ്ത്രവേദി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ അരുൺ കരിപ്പൽ എന്നിവരാണ് കൂടെയുള്ളത്. അല്പസമയത്തിനൊപ്പം നമ്മോടൊപ്പം ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീമതി ഗിരിജ, അങ്ങയിലേക്കാണ് ഞാൻ ആദ്യം തന്നെ വരുന്നത്. 260-ലേറെ ദിവസങ്ങളാണ് നിങ്ങളുടെ ഈ സഹന സമരത്തിന് തുടക്കം കുറിച്ചിട്ട്. ശരിക്കും ഫെബ്രുവരി ആരംഭിച്ച ഈ സമരത്തിന്റെ കണ്ണീർ ദിനങ്ങളാണ് കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളെ കുറിച്ച്, ഈ പിന്നിട്ട വഴികളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഓർത്തെടുക്കാമോ ശ്രീമതി ഗിരിജ? കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ഫെബ്രുവരി 10-ന് ഒരു രാപ്പകൽ സമരം ആരംഭിക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ട് ജാനുവരി 25-ന് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഫോൺ ഒന്ന് വിട്ടുപിടിക്കാവോ? കുറച്ചുകൂടി ഫോൺ വിട്ടുപിടിക്കാം. ഓക്കെ. ഫെബ്രുവരി 10-ന് ഞങ്ങൾ ആരംഭിക്കുന്ന ഞങ്ങളുടെ രാപ്പകൽ സമരം, ഞങ്ങൾ അന്ന് മുതൽ മന്ത്രിയുടെ വീട്ടിലും ഓഫീസിലോട്ട് ഞങ്ങൾ 11-ാം ദിവസം ഞങ്ങളുടെ സമരത്തെ കുറിച്ച് ഞങ്ങൾ അറിയിച്ചു. ഞങ്ങളുടെ ഡിമാൻഡ് ഇന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിത്തരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിലനിർത്തി തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. 15-ാം തീയതി മന്ത്രിയുടെ ഓഫീസിൽ ചർച്ചയ്ക്ക് പോയി. ഫെബ്രുവരി 15-ാം തീയതി കുടുംബസംഗമം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് മഹാസംഗമം ഫെബ്രുവരി 20-ന് നടത്തുന്നു. നിയമസഭാ മാർച്ച് 3-ന് നിയമസഭാ മാർച്ച് നടത്തുന്നു. മാർച്ച് 8-ന് വനിതാ സംഗമം നടത്തുന്നു. മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്നു. അതിനുശേഷം മാർച്ച് 19-ന് മന്ത്രിതല ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് നിരാഹാര സമരം 20-ാം തീയതി നമ്മൾ ആരംഭിക്കുന്നു. അങ്ങനെ തുടങ്ങി കൂട്ട ഉപവാസം 24, മുടിമുറിക്കൽ സമരം, മന്ത്രിയുമായിട്ടുള്ള ചർച്ച, തൊഴിൽ മന്ത്രിയുമായിട്ടുള്ള ചർച്ച, ഇങ്ങനെ നിരവധി പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. പൗരസാഗര ഏപ്രിൽ 12-ന് ഞങ്ങൾ നടത്തുന്നു. നിരാഹാര സമരം തുടങ്ങുന്നു. അതിനെല്ലാം പുറമെ ഞങ്ങളുടെ അവകാശങ്ങൾ ഒന്നും കേൾക്കാതെ ഞങ്ങളുടെ ഓരോ നിമിഷത്തെയും ആവശ്യങ്ങൾ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊട്ടരെ പോലെ ഇരിക്കുന്ന ഒരു സർക്കാരിനെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ അവസാനം എന്നവണ്ണമാണ്, ഞാൻ കൂടുതൽ സമയത്തിന്റെ ഇതുകൊണ്ട് പറയുന്നില്ല, അവസാന ഘട്ടത്തിൽ എന്നവണ്ണമാണ് ഞങ്ങൾ ഒക്ടോബർ 22-ന് ക്ലിഫ് ഹൗസ് മാർച്ച് നടത്താൻ തീരുമാനിക്കുന്നത്. അത് ഞങ്ങൾ 1.5 മാസം മുൻപേ ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തതാണ്. കാരണം ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ആ സർക്കാരിന്റെ കീഴിലുള്ള ഒരു തൊഴിലാളി സമരം നടക്കുകയാണ്. അത് പറയാൻ, ആ തൊഴിലാളി സമരത്തിന് കുറെ വൈശിഷ്ട്യങ്ങളുണ്ട്. കാരണം നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് ചെയ്യുന്നതാണ് ആശാപ്രവർത്തകർ. അത് സ്ത്രീകളാണ്. 26 വയസ്സ് കഴിഞ്ഞ 60 വയസ്സിന് മധ്യേയുള്ള സ്ത്രീകളാണ്. ആ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു കുടുംബം പോറ്റുന്നവരാണ്, രോഗികളാണ്, ആരോഗ്യം ക്ഷയിച്ചവരാണ്. നമുക്കറിയാം ആ പ്രായത്തെ ഉള്ളവരെ കുറിച്ച്. അപ്പൊ 18 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ആകുമ്പോൾ, നമ്മൾക്ക് ആദ്യമായി സേവന വ്യവസ്ഥയിലാണ് ഈ ജോലി നമുക്ക് തന്നതെങ്കിൽ പോലും ഞങ്ങളത് ആത്മാർത്ഥതയോട് ചെയ്തു വരികയായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് ജോലി ഭാരം കൂടുകയാണ് ചെയ്തത്. ഇത് ഞങ്ങളെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ഒരു വേതനം ഈ ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല.
അത് പലപ്പോഴും ഞങ്ങൾ നമ്മുടെ അസോസിയേഷൻ വഴി അവരെ അറിയിച്ചിരുന്നു. എന്നിട്ടെല്ലാം ഞങ്ങളെ കൂടെ നിർത്താം, ഞങ്ങളെ ചേർത്ത് നിർത്താം എന്ന് പറയുന്ന ഒരു വനിതാ മന്ത്രിയെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഞങ്ങൾ പലപ്പോഴും പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു തരത്തിലും കരകയറാൻ പറ്റില്ല. അങ്ങയുടെ ക്യാമറ ഒന്നും കൂടി ക്ലിയർ ആക്കി വെക്കാമോ? ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ. ഒരു തരത്തിലും ഈ ഗവൺമെന്റ് ഞങ്ങളെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടെന്ന് അവരെ സംബന്ധിച്ച് അവർക്കൊരു വിഷയവുമല്ല. അവിടെയാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ട, അല്ലെങ്കിൽ ജനാധിപത്യപരമായി നമ്മൾ ജയിപ്പിച്ചു വിട്ട, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാനത്തിരുത്തുന്ന ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് സമരത്തിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നാണ് പറയുന്നത്. ആ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളുടെ വായിൽ നിന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കല്ല അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അങ്ങ് പറഞ്ഞത്, അതായത് ജനപ്രതിനിധികൾ, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് നമ്മൾ സമരം ചെയ്യുമ്പോൾ പറയേണ്ട വാക്കുകളല്ല അവിടുന്ന് കേൾക്കേണ്ടി വന്നത് എന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അങ്ങ് പറഞ്ഞത്. അങ്ങയിലേക്ക് ഞാൻ വരാം. ഡോക്ടർ അരുൺ കരിപ്പാൽ, അങ്ങ് നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ ആശാപ്രവർത്തകരുടെ നിരവധി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, നിരവധി സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ എല്ലാം യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ്. ആശാപ്രവർത്തകരെ സംബന്ധിച്ച് നമുക്കറിയാം, വീടുകളിലൂടെ കയറിറങ്ങിയാണ്, മഴയാണെങ്കിലും വെയിലാണെങ്കിലും അവർ നടന്നാണ് ഓരോ വീടുകളിലും എത്തുന്നത്. മാത്രമല്ല കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു മുന്നണി പോരാളികൾ, എന്നിട്ടും അവർക്ക് ഈ 260-ലേറെ ദിവസങ്ങൾ തെരുവിൽ കഴിയേണ്ടി വരിക എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിന് തന്നെ വലിയൊരു നാണക്കേടുണ്ടാക്കി മാറ്റുന്ന ഒന്നല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം, ഡോക്ടർ അരുൺ കരിപ്പാൽ? തീർച്ചയായും ഈ തളരാതെ നീതി നേടിയെടുത്ത ഒരു വിധവയുടെ കഥ യേശു ബൈബിളിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വിധവ നീതി തേടി നീതിമാനല്ലാത്ത ഒരു ന്യായാധിപന്റെ അടുത്താണ് ചെന്നത്. അത് കേട്ടപാട് തന്നെ നീതി നൽകുന്നതിന് പകരം അത് തള്ളിക്കളയുന്ന ഒരു ന്യായാധിപനായിരുന്നു. പക്ഷെ വിധവ വീണ്ടും ന്യായാധിപന് അപേക്ഷകൾ നൽകുന്നു. അത് വീണ്ടും അത് കേൾക്കാൻ വിസമ്മതിക്കുന്നു. ഒടുവിൽ സഹികെട്ട് ഈ വിധവയുടെ അപേക്ഷകൾ ഇങ്ങനെ നിരന്തരം വന്നതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീതി നൽകാൻ നിർബന്ധിതനായ ഒരു ന്യായാധിപന്റെ കഥ അവിടെ യേശു സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സൂചിപ്പിക്കുന്നത് യേശു അത് എത്ര ഏതായാലും ദൈവം ഒരു പ്രത്യാശ അവിടെ നൽകുന്നുണ്ട്. അത് ഏതാണ്ട് ഇതുപോലെ ഈ കഴിഞ്ഞ 8.5 മാസമായിട്ട് നമ്മുടെ ആശാപ്രവർത്തകർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ രംഗത്തെ കാലാൾപ്പട എന്നാണ് കേരളത്തിലെ ആശാ വർക്കർമാരെ കുറിച്ചിട്ട് കേരള സർക്കാർ തന്നെ ആരോഗ്യ മേഖലയിലെ വലിയ നേട്ടങ്ങൾ പ്രഘോഷിക്കുമ്പോൾ പറയുന്നത്. കോവിഡ് കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ നമ്മളുടെ ആളുകൾ ബുദ്ധിമുട്ടിയപ്പോൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിനിടയിൽ ഇന്ന് ഏതാണ്ട് 26,165 ആശാപ്രവർത്തകരാണുള്ളത്. ആ ആശാപ്രവർത്തകരിൽ ഒരു 11ഓളം ആളുകൾ ആ സമയത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയെ കാത്ത യഥാർത്ഥ കാലാൾപ്പടയാണ് ഈ ആശാപ്രവർത്തകർ. അപ്പൊ ഈ പ്രത്യാശയുടെ രൂപത്തിൽ ആളുകൾ നിലനിൽക്കുമ്പോൾ തന്നെ നീതിമാനല്ലാത്ത ആ ഒരു ന്യായാധിപനെ പോലെ ഇവിടെ നേരത്തെ നമ്മുടെ ആശാപ്രവർത്തകർ സൂചിപ്പിച്ചതുപോലെ, ഗിരിജ ചേച്ചി സൂചിപ്പിച്ചതുപോലെ അവര് സെക്കൻഡ് പഠിക്കൽ നിരന്തരമായിട്ടുള്ള സമരത്തിലാണ്. അപ്പൊ ഒരു രാപ്പകൽ സമരത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അവരുടെ ഒരു ജീവിത പ്രശ്നങ്ങൾ 233 രൂപയാണ് വേതനമായിട്ട് അവർക്ക് ലഭിക്കുന്നത്. അത് ആ 233 രൂപ വേതനം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അതുപോലെ തന്നെ 5 ഈ വിരമിക്കുന്ന സമയത്ത് അവർക്കൊരു ആനുകൂല്യം എന്ന രീതിയിൽ 5 ലക്ഷം രൂപയും നൽകണമെന്നുള്ള ഈ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പൊ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർക്ക് സർക്കാരിന് അപേക്ഷ നൽകുന്നു, നിരാഹാര സമരത്തിലേക്ക് പോകുന്നു, ധർണ നടത്തുന്നു. അങ്ങനെ പല രീതിയിലുള്ള സമരങ്ങൾ നടത്തി ഒടുവിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്ന അവരുടെ മുടി പോലും മുറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അത്തരം സാഹചര്യങ്ങളോട് അതിനോട് പ്രതികരിക്കാൻ, അവരെ കേൾക്കാൻ തയ്യാറാവാത്ത ഒരു ഭരണകൂടമാണ് ഇന്ന് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ മാനവികതയൊക്കെ കുറിച്ച് പറയുമെങ്കിലും മനുഷ്യത്വ രഹിതമായിട്ടാണ് സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 8.5 മാസമായിട്ട് നമ്മുടെ ആശാപ്രവർത്തകര് സമരം ചെയ്യുമ്പോൾ 26,000 ആളുകളെ നമ്മുടെ ആശാപ്രവർത്തകരുള്ളൂ എങ്കിലും
നമ്മുടെ സമൂഹം അതൊരു ന്യൂനപക്ഷമായിട്ടുള്ള ഒരു സമരമല്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അതിനോട് ഐക്യപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഞാൻ തീർച്ചയായിട്ടും പറയാൻ കാരണം സിവിൽ സൊസൈറ്റി വിത്ത് ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂർ ഒരു പൗര സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം നടത്തി വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ആശാപ്രവർത്തകരോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല എങ്കിൽ പൗരസമൂഹം അവർക്ക് നമ്മളോട് ഐക്യപ്പെട്ടുകൊണ്ട് വേതനം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിമാസം അതിലേക്ക് താല്പര്യപ്പെട്ട് വരുന്ന ആശാപ്രവർത്തകർക്ക് 1000 രൂപ വെച്ച് ഓണറേറിയം നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ പ്രവർത്തനം പരിപാടി സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള തൃശ്ശൂരെ എം പി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ അതുമായി മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ഓണറേറിയം നൽകിയത് തന്നെ ഈ സർക്കാർ നിയമിച്ച കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള മല്ലിക സാരാഭായി തന്നെ അതിനോട് ഐക്യപ്പെട്ടു വരികയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ ഈ പറയുന്ന ആളുകളുടെ എണ്ണം ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നുണ്ട്, അതിനോട് ഐക്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടറിയാത്ത ആളുകൾക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിന്റെ ചൂടറിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ 20 രൂപ വേതനം എന്ന് പറയുമ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ഇവരുടെ സങ്കടങ്ങൾ അറിയുന്നുണ്ട്, കഷ്ടപ്പാടുകൾ കാണുന്നുണ്ട്, ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും മാസത്തിൽ അവർക്ക് ഒരു 1000 രൂപ വെച്ചെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭവമായി മാറുകയും ചെയ്യുക എന്നുള്ളത്. ശ്രീമതി ഗിരിജ, അങ്ങയിലേക്കാണ് വരുന്നത്. കേരളം എന്ന് പറയുന്നത് 1-ാം നമ്പറാണ് ആരോഗ്യ മേഖലയിൽ എന്ന് വീമ്പ് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ വമ്പ് പറയുന്ന ആളുകൾ. അതിന്റെ ഏറ്റവും താഴെ തട്ടിൽ കിടന്ന അടിസ്ഥാന വർഗമാണ് ആശാപ്രവർത്തകർ എന്ന് പറയുന്നത്. അവരില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് ഈ 1-ാം നമ്പർ എന്ന അഹന്ത ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ കിട്ടേണ്ട പരിഗണന എപ്പോഴെങ്കിലും ലഭിച്ചതായി തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പരിഗണന ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കേരളം നമ്പർ 1 എന്ന് പറയുന്നതിൽ നമ്പർ 1 ആണ്. കാരണം കേരളം നമ്പർ 1 ആണ് എന്ന് പറയുന്ന സർക്കാരിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ളതാണ് നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത്. ഒരിക്കലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആശാപ്രവർത്തകരെ എങ്ങനെ ചേർത്ത് നിർത്തണം പറയുന്നു. ആശാപ്രവർത്തകരായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറഞ്ഞ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും കുറഞ്ഞ സ്ഥാനത്ത് ഏറ്റവും വലിയ സ്ഥാനത്താണ്. കാരണം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം ഒരു ആശാപ്രവർത്തക നമ്മുടെ ഏരിയയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ അന്നു മുതൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവളെ പരിചയപ്പെട്ട് വരുന്നത് മുതൽ അവളുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിലാക്കി അവളൊരു ഗർഭിണിയാണെന്ന് അറിയുന്നത് മുതൽ അവൾക്ക് വേണ്ടുന്ന ആ കുഞ്ഞിന് വേണ്ടുന്ന, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് ജനിക്കണം. കാരണം അവൻ നാളെ സമൂഹത്തിനൊരു മാതൃകയാണ്, ഒരു സ്വത്താണ്. അപ്പൊ ആ കുഞ്ഞിന് അവൻ പൂർണ്ണ ആരോഗ്യവാനാണെങ്കിലേ അവന് സ്വത്താവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തില് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ ആശാപ്രവർത്തകരും. അവിടെ നമ്മൾ നമുക്ക് കിട്ടുന്ന വേതനമല്ല നോക്കുന്നത്. അപ്പൊ അത്രയും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നവരാണ് സ്ത്രീകൾ ഒരു ഗർഭിണിയെ നോക്കുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ നമുക്ക് ഷുഗർ പേഷ്യന്റ് ഉണ്ട് നമ്മുടെ ഏരിയയിൽ. അത് ഇപ്പോൾ 30 വയസ്സ് മുതൽ മുകളിലോട്ടുണ്ട്. അപ്പൊ ഈ 30 വയസ്സുള്ള ഒരു പുരുഷനോ സ്ത്രീയോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് രോഗികളാവുന്നുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിച്ച് അവർ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ അവരെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആശാപ്രവർത്തകരാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഷുഗർ പേഷ്യന്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ അവർക്ക് TB പോലുള്ള വലിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്, കിഡ്നിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ കുടുംബം ഒറ്റയായി പോകും, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതായി പോകും. അങ്ങനെ വിദൂരമായ കാഴ്ചപ്പാടുകൂടിയാണ് ഓരോ ആശാപ്രവർത്തകരും തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്നത്. അവിടെ സമ്പത്തല്ല. അങ്ങനെയുള്ള ഞങ്ങളെയാണ് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ പറ്റുന്നില്ല. TB പേഷ്യന്റ്, അതുപോലെ തന്നെ ഹാർട്ട് പേഷ്യന്റ്,
ക്യാൻസർ പേഷ്യന്റ്, നമ്മുടെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങള് മുതൽ ക്യാൻസറിന് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതോട് ചിന്തിച്ചുകൊണ്ട് വിദൂരമായി അതിന് വരാവുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ആശാപ്രവർത്തകരും തന്നിലർപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്നത്, തിരിച്ച് വേദന എന്ന കാര്യം ഉൾക്കൊണ്ടുണ്ടല്ല. പക്ഷേ എന്നിട്ട് പോലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഈ വനിതാ മന്ത്രി എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ചേർത്ത് പിടിക്കുന്നു എന്ന വാക്കിലല്ല, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ട വേതനത്തിലും. നിസ്സാരമായി പറഞ്ഞാൽ 60 വയസ്സിനകത്തുള്ള ഒരുപാട് അമ്മമാര് ചേച്ചിമാർ ഇതിനകത്തുണ്ട്. വിരമിച്ചു പോയാൽ 10, 15, 20 വർഷം ഇത് ജോലി ചെയ്തിട്ട്, അതായത് MSS പോലെയുള്ള വർക്കിൽ നിന്നവരെയാണ് ആശാപ്രവർത്തകരായി പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ സമയം മുതൽ വേതനമില്ലാതെ വർക്ക് ചെയ്യുന്ന ഈ ആശാപ്രവർത്തകർ 10, 30 വർഷം കഴിഞ്ഞ് 60 വയസ്സായി പിരിഞ്ഞു പോകുമ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത്രയും കാലം വർക്ക് ചെയ്താണ്, ഞങ്ങൾക്ക് ഒന്ന് നടുവൊടിഞ്ഞ് കിടന്നാൽ ഞങ്ങൾക്ക് 1 രൂപയെങ്കിലും പെൻഷനായി കിട്ടണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു വേതനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരത്തിലേക്ക് വന്നത്. ഇത് മൂന്നും കാണാതെയാണ് നമ്മുടെ സർക്കാർ നമ്മളെ പല രീതിയിൽ അവഗണിക്കുന്നുണ്ട്. രാഷ്ട്രീയ അവഗണിക്കുന്നുണ്ട്. ഞാൻ അവഗണനയുടെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അവഗണനയുടെ കാര്യങ്ങളിലേക്ക് ഞാൻ തീർച്ചയായും ശ്രീമതി ഗിരിജയിലേക്ക് വരാൻ ഞാൻ ഡോക്ടറിലേക്ക് ഒന്ന് പോകുകയാണ്. ഇപ്പൊ ശ്രീമതി ഗിരിജ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന്, അതായത് അവഗണിക്കുക എന്ന് പറഞ്ഞു. ഇവർ ഇത്രയും ദിവസമായി സമരം ചെയ്യുകയാണ്. ഈ അടിസ്ഥാന വർഗത്തെ അടിച്ചമർത്തുകയാണോ ഈ സർക്കാർ, അല്ലെങ്കിൽ ഈ സമരത്തിനോട് സർക്കാരിന് ഒരു പുച്ഛമാണോ? കാരണം നമുക്കറിയാം ഈ സർക്കാർ എന്ന് പറയുന്നത് നിരവധി വിപ്ലവങ്ങൾ നടത്തി, സമരങ്ങൾ നടത്തി ഒക്കെ കയറി വന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊരു പ്രസ്ഥാനം, അങ്ങനെയൊരു സർക്കാർ ഈ സമരങ്ങളോട് കാണിക്കുന്നത് അനീതിയല്ലേ, അല്ലെങ്കിൽ അടിച്ചമർത്തുകയാണോ, പുച്ഛമാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഒട്ടേറെ ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തി അധികാരത്തിലെത്തിയ ഒരു പ്രസ്ഥാനം എന്ന രീതിയിലും, അതുപോലെ തന്നെ ഒട്ടേറെ ജനകീയ സമരങ്ങൾ നയിച്ച നേതാവ് എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു മുഖ്യമന്ത്രിയും അവരുടെ പാർട്ടിയും കേരളം ഭരിക്കുമ്പോൾ ഒരു ആശാപ്രവർത്തകർ, കേരളത്തിലെ ഏറ്റവും നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 വർഷക്കാലമായി ആരോഗ്യ മേഖലയെ കാക്കുന്ന പലതരത്തിൽ, അതൊരു രോഗീ പരിചരണം മാത്രമല്ല, ഗർഭസ്ഥ ശിശുവിന്റെ ഒരു ഗർഭകാല പരിചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ആരോഗ്യ മേഖലയെ കാക്കുന്ന ഒരു കൂട്ടം സ്ത്രീകള് അവര് സമര പാതയിൽ ഉണ്ടാവുമ്പോൾ അവരെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാനാണ് ഈ സർക്കാർ, ഈ ജനകീയ സർക്കാർ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 8.5 മാസക്കാലമായി അവര് തിരുവനന്തപുരത്ത് സമരം ചെയ്യുമ്പോൾ അവരൊരു ടാർപോളിൻ പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് വെയിലും മഴയും കൊണ്ടുകൊണ്ട് സമരം ചെയ്യുന്നു. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും അവിടെ സൗകര്യങ്ങളില്ല. അവരുടെ ഈ പറയുന്ന 233 രൂപ ഒരു ആശാ വർക്കർക്ക് ഓണറേറിയമായിട്ട് വേതനമായിട്ട് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 100 രൂപ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവാകുന്നുണ്ട്. ബാക്കി 133 രൂപയിൽ നിന്നാണ് അവര് ഈ പറയുന്ന വീട്ടിലെ ഭർത്താക്കന്മാർ അസുഖമായിട്ടുള്ള ആളുകളുണ്ട്, മാതാപിതാക്കളെ നോക്കണം, പല ആളുകൾക്കും വീടുകളില്ല, മരുന്നുകൾ വാങ്ങണം, കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ നിറവേറ്റേണ്ടതായിട്ട് വരുന്നത്. ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം, ഈ നവംബർ 1-ാം തീയതി ഈ കേരളത്തിലെ സർക്കാർ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ താരങ്ങളെ വെച്ചുകൊണ്ട്, കമലഹാസനെയും മോഹൻലാലിനെ ഉൾപ്പെടെയുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് അത് ഒരു വലിയ നേട്ടമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഈ ഇത്രയും ദാരിദ്ര്യത്തിൽ, ഇത്രയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ അവരെ ആ നേർചിത്രം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പൗരസമൂഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ കണ്ണീരൊപ്പണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെയൊക്കെ അവമതിച്ചുകൊണ്ട് അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം എന്ന് പറയുന്ന ഒരു കപട ഇതുമായി മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ കേരളത്തിലെ അത് വലിയ വലിയ ഉത്സവം പോലെ നടത്താനുള്ള പ്ലാൻ തന്നെയാണ് സർക്കാർ നടത്തുന്നത്. അതിനെതിരെയും ആശാപ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഫിലിം സ്റ്റാർസിന് അടക്കമുള്ളവർക്ക് ആശാപ്രവർത്തകർ ഇതിനോടകം തന്നെ കത്തയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ തുറന്ന കത്ത് അവർ തന്നെ നൽകിയിട്ടുണ്ട് കേരളത്തിലെ ഇതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ശ്രീമതി ഗിരിജ, ഞാൻ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം കുറെ അമ്മമാർ, പാവപ്പെട്ട സ്ത്രീകൾ
വലിയ സമരമാണ്. സമരം മാത്രമല്ല, അവിടെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് അവർ ചീറ്റുന്ന അത്രയും ശക്തിയുള്ള ജലത്തെ പോലും നിങ്ങളുടെ സങ്കടമാകുന്ന മതിലിൽ തടഞ്ഞു നിർത്തുന്ന വലിയ ദയനീയമായ ഒരു കാഴ്ച. ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടും ഇത്രത്തോളം കണ്ണുനീർ ഒഴുക്കിയിട്ടും ഉറങ്ങാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അധികൃതരോട് നിങ്ങൾ യാചിക്കുമ്പോഴും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനിയും നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇനിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ ആശിക്കുന്നത് പോലെ ലഭിക്കുമെന്ന്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ സമരം, ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമാണ്, അത് സത്യസന്ധമാണ്. അത് ഈ സമൂഹത്തിന് കേവലം ഒരു ആശാസമരം മാത്രമല്ല ഇത്. നമ്മുടെ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെടുന്ന എല്ലാ തൊഴിലാളികളും ഞങ്ങളുടെ ഒപ്പമുണ്ട്. അവരെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ 261 ദിവസവും ഞങ്ങൾ പട്ടിണി കൂടാതെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിന്തുണയും ഈ ജനങ്ങളുടെ സ്നേഹവും, കാരണം അത് പറയാൻ അറിയിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാസർഗോഡ് മുതൽ ഒരു സമരയാത്ര ആരംഭിച്ചപ്പോൾ എത്ര സഹോദരങ്ങളാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതും ഞങ്ങൾക്ക് എന്തു വേണം എന്ന് പറയും. ഞങ്ങള് രാത്രി തെരുവോരങ്ങളിൽ ഞങ്ങൾ കിടന്നുറങ്ങി. ഞങ്ങൾക്ക് ഒരു ഭയമില്ലായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് കാവലുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു സമയമാണ്. കാരണം ഒരു സ്ത്രീ അവിടെ അവകാശത്തിന്, അവൾക്ക് ജീവിക്കാൻ വേണ്ടി, അവിടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി, ഒപ്പം അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അവിടെ മാതാപിതാക്കൾക്ക് ഒരു രോഗമുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ വാർദ്ധക്യകാലത്ത്, ഇതൊക്കെയാണ്. ഭർത്താക്കന്മാര് സ്ട്രോക്ക് പേഷ്യന്റ് ആയിട്ടുള്ള എത്രയോ ആശമാരുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആയ ആശമാരുണ്ട്. ഇന്നിപ്പോ എന്റെ കൂടെയുള്ള ആശ പറയുകയാണ്, ഞാൻ നാളെ രാജിവെക്കുകയാണ് ആരോഗ്യ പ്രശ്നം മൂലം. അപ്പൊ ഇങ്ങനെയുള്ള ആശമാർ ഇത്രയും നാൾ സേവനം എന്ന രീതിയിൽ ചെയ്തപ്പോൾ അവർക്ക് എന്താണ് ഈ ഗവൺമെന്റ് കൊടുത്തത്? അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സമരത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ ആദ്യം ഫെബ്രുവരി 10 ഞങ്ങൾ സമരം തുടങ്ങി. ഫെബ്രുവരി ഒരു 15 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് വിളിച്ചു. അതുവരെ ഞങ്ങളെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതായത് സാധാരണ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സമരം കാണും, അത് അവരെ വഴിക്കങ്ങ് പോകും എന്നുള്ളതായിരുന്നു. പക്ഷെ ഏഷ്യാനെറ്റ് ന്യൂസ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചിത്രീകരണം നടത്തി. അന്ന് രാത്രി ഞങ്ങളുടെ നേതാവിന്റെ ഫോൺ എന്റെ കയ്യിലായിരുന്നു. രാത്രി ഒരു വിദേശ മലയാളി വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യമേ വിളിച്ചു പറയുന്നത് ആ ഫോണിലാണ്, മാഡം നിങ്ങളുടെ ആശാപ്രവർത്തകരുടെ വേദന ഞങ്ങൾ ഈ അടുത്ത രാത്രിയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു, അതിൽ ഡിബേറ്റ് അല്ല, അതിലൊരു പ്രോഗ്രാമായിട്ട് കാണിച്ചിരുന്നു, അതിൽ കണ്ടിരുന്നു. നിങ്ങൾ ഇത്രയും അവശരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തുക അയച്ചു തരാനാണെന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു വിദേശ മലയാളി സ്നേഹത്തോടെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം എത്ര മനുഷ്യര് എന്നെ തീർക്കാൻ പറ്റത്തില്ല, എത്രയോ സ്നേഹമുള്ള മനുഷ്യരെ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് 50 രൂപ വരെ തന്നിട്ട് ഇതേ ഉള്ളു എന്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ സ്നേഹം നിറഞ്ഞ പിന്തുണയാണ്. ആ പിന്തുണ ഉള്ളിടത്തോളം ആ പിന്തുണ തീർച്ചയായും ഉണ്ടാകും. വിജയിക്കും. പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഗ്രാമങ്ങളിൽ മുഴുവൻ നിങ്ങളാണ്. ചെരുപ്പ് പോലും ഇടാതെ വെയിലത്ത് ആ കല്ലിൽ ചവിട്ടി, മുള്ളിൽ ചവിട്ടി ഓരോ വീടുകളിലേക്ക് എത്തുന്നത് നിങ്ങളാണ്. നിങ്ങളാരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞ് ചെല്ലുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ് നിങ്ങൾ പെരുമാറുക. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവം കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത്രത്തോളം മനസാക്ഷിയുള്ള നിങ്ങളോട്, മനസാക്ഷി കാണിച്ചില്ലെങ്കിൽ ഈ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾ മനുഷ്യൻ എന്ന് പറയാൻ കഴിയില്ല. നിങ്ങളുടെ ഈ ഏറ്റവും വലിയ ഈ മനസാക്ഷിക്ക് കിട്ടുന്ന പ്രതിഫലം തന്നെയാണ്. ഏത് സർക്കാരുകളോ അല്ലെങ്കിൽ ഗവൺമെന്റുകളോ അധികാര വർഗങ്ങളോ കനിഞ്ഞില്ലെങ്കിലും സാധാരണക്കാരുണ്ട്, അവരുടെ ഉള്ളിലെ നന്മയുണ്ട്. ആ നന്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഗിരിജേച്ചി, അങ്ങയിലേക്ക് ഒരു മിനിറ്റ്. ഡോക്ടർ, ഇത്രയും വലിയ ഒരു നന്മ, ഇത്രയും വലിയൊരു സ്നേഹം, ഇവർ പണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജോലിയല്ല ആശാപ്രവർത്തകർ എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലുള്ള വല്ലാത്ത നന്മ, ജനങ്ങളെ സേവിക്കാനുള്ള ആ കടമ ഒക്കെയുണ്ട്. ഇതിനെതിരെ പുറം തിരിഞ്ഞു നിന്നാൽ എന്നെങ്കിലും ഒരു ദിവസം ഈ സർക്കാർ, ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരില്ലേ ഡോക്ടർ? തീർച്ചയായും ഇതൊരു ആരോഗ്യ മേഖലയിൽ ആശാപ്രവർത്തകർ നടത്തി വരുന്ന ഈ അവരുടെ ആ പ്രവർത്തനങ്ങള്, അതൊരു കേവലം ഒരു ജോലി എന്നതിനപ്പുറം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സേവനമാണ്, ഒരു സാമൂഹ്യ സേവനമാണ്. അതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സേവനം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഈ ആശാപ്രവർത്തകരോട്
പിന്നെ സമരത്തെ, അവരുടെ ആവശ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. അത് എന്തു തന്നെ ആയാലും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലാണല്ലോ നമ്മൾ സത്യത്തില് ഇത്തരം ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെയുള്ള ജനങ്ങൾക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഭരണഘടനാപരമായിട്ട് നമുക്ക് നൽകുന്ന അവകാശം, അത് വോട്ടാണ്. ആ വോട്ടിലൂടെ അവര് മറുപടി പറയുക തന്നെ ചെയ്യും. നമ്മൾ ലാസ്റ്റ് ഇവരുടെ ഈ ക്ലിഫ് ഹൗസിൽ നടന്ന സമരത്തിൽ നമ്മൾ കണ്ടു, അവര് ഈ ഉച്ചഭാഷിണി പോലും ഇവരുടെ ഈ നിത്യ വരുമാനത്തിൽ നിന്ന് ഉള്ളിപ്പെറുക്കിയെടുത്ത ആ ഉച്ചഭാഷിണി പോലും എടുത്തോടുന്ന പോലീസ്. അപ്പൊ ആ പോലീസ് അത് അവർക്ക് അത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോ അത്തരം പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ സർക്കാർ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. ഇതൊക്കെ പൊതുസമൂഹം കാണുന്നുണ്ട്, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഈ സർക്കാരിനെതിരെ ഉള്ള ഒരു വിധിയെഴുത്തായിട്ട് മാറുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും. എന്റെ സമയം പൂർണ്ണമായിട്ടും കഴിയുകയാണ്. ഇപ്പോൾ ഗിരിജ ചേച്ചി കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ കണ്ണ് നിറയുന്നതും ആ മനസ്സ് നിറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പലപ്പോഴും വിങ്ങി പൊട്ടുന്നത് വരെ നമ്മൾ കണ്ടു. പക്ഷെ കണ്ണ് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകിയില്ല എന്നേ ഉള്ളൂ. ആ കണ്ണുനീര് വീഴുന്നത് കേരളത്തിന്റെ നെഞ്ചിലാണ്, ഓരോ പ്രേക്ഷകന്റെയും മനസ്സിലാണ്. പ്രേക്ഷകരാണ് ഇത് കാണേണ്ടത്. സഹനസമരത്തിൽ തുടങ്ങി അധികാരവർഗം അടിച്ചമർത്തലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഓരോ സമരത്തിന്റെയും രീതി മാറി തുടങ്ങുന്നത്. അർഹിക്കുന്നത് യാചിച്ചിട്ടും പിന്നീട് ചോദിച്ചിട്ടും ലഭിച്ചില്ലെങ്കിൽ പിടിച്ചു വാങ്ങുന്നതിലേക്ക് മാറിപ്പോകും സമരങ്ങൾ. ഈ അമ്മമാരുടെ, ആശാപ്രവർത്തകരുടെ കണ്ണുനീരിനും യാതനകൾക്കും പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. ഇവരുടെ കണ്ണുനീരിനും കരച്ചിലിനും അപ്പുറം വീണ് കിടക്കുന്ന രോഗികളെ കോരിയെടുക്കുന്ന ഇവരുടെ മനസാക്ഷിക്ക് മുന്നിൽ ഒരു നാൾ നിങ്ങൾക്ക് അധികാരവർഗമേ കണക്ക് പറയേണ്ടി തന്നെ വരും. ഈവനിംഗ് ചർച്ച പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും നന്ദി.